കൊലക്കേസിൽ അച്ഛൻ അറസ്റ്റിലായതിനു പിന്നാലെ മകനെ കുളത്തിൽ മരിച്ച നിലയിൽ. കാസർഗോഡ് തർക്കത്തിനിടെ കെട്ടിട ഉടമയെ തള്ളിയിട്ട് കൊന്ന കരാറുകാരൻ അറസ്റ്റിലായതിനു പിന്നാലെ കരാറുകാരന്റെ മകൻ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞങ്ങാട് റോയി ജോസഫ് കൊലക്കേസിലെ പ്രതി നരേന്ദ്രന്റെ മകൻ കാശിനാഥനെയാണ് കാഞ്ഞങ്ങാട് പുല്ലൂരിലെ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. +1 വിദ്യാർത്ഥിയായ കാശിനാഥന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നരേന്ദ്രനെ ഇന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാശിനാഥന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. കാഞ്ഞങ്ങാട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് കെട്ടിട ഉടമയായ റോയി ജോസഫ് മരിച്ച കേസിലാണ് നരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. കെട്ടിട നിർമ്മാണ കരാറെടുത്ത നരേന്ദ്രനും കെട്ടിട ഉടമയും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും ഇതിനിടെ നരേന്ദ്രൻ റോയി ജോസഫിനെ ചവിട്ടിത്തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ നിഗമനം. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ റോയി ചികിത്സയ്ക്കിടെയാണ് മരിച്ചത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ തള്ളിയിട്ടു എന്നാണ് പരാതി. ഹോസ്ദുർഗ് പോലീസാണ് നരേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തത്. കുട്ടികളുടെ പേരിടലിനും ചോറൂണിനും ഒന്നും തടവുകാർക്ക് പരോൾ നൽകാൻ പറ്റില്ലെന്ന് ഹൈക്കോടതി. കൊച്ചി: പിറന്നാളിനും കുട്ടികളുടെ പേരിടലിനും ചോറൂണിനുമൊക്കെ തടവുകാർക്ക് പരോൾ നൽകാൻ തുടങ്ങിയാൽ ജനങ്ങൾക്ക് നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്ന് ഹൈക്കോടതി. കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് ഭാര്യയുടെ ഗർഭപരിചരണത്തിന് പരോൾ അനുവദിക്കണമെന്ന ഹർജി തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണം. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ പ്രതിയുടെ 42-കാരിയായ ഭാര്യയാണ് കൃത്രിമ ഗർഭധാരണത്തിലൂടെ 2 മാസം ഗർഭിണിയായത്. ഏറെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാൽ ഭർത്താവിന്റെ പരിചരണം അനിവാര്യമാണെന്ന് കാട്ടി പരോളിനായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഭാര്യയുടെ ഗർഭകാല പരിചരണത്തിനായി തടവുകാരന് പരോളിന് അർഹതയില്ലെന്ന് കോടതി പറഞ്ഞു. അങ്ങനെയുണ്ടായാൽ കുറ്റവാളിയും സാധാരണ പൗരനും തമ്മിൽ അന്തരമില്ലാതാകും. കുറ്റവാളികൾക്ക് സാധാരണ പൗരനെപ്പോലെ ജീവിതം ആസ്വദിക്കാനാകില്ല. ഇരയുടെ കുടുംബം ഈ സമൂഹത്തിലുണ്ടെന്നോർക്കണം. ഇത്തരത്തിൽ പരോൾ അനുവദിച്ചാൽ അവർക്ക് നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്നും കോടതി പറഞ്ഞു. ഡോക്ടർ ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഹാരിസിന്റെ മുറിയിൽ അസ്വാഭാവികമായ ഒരു പെട്ടി കണ്ടുവെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഈ വാദം പൊളിഞ്ഞതോടെയാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ നീക്കങ്ങളെ ജനം സംശയിച്ചു തുടങ്ങിയ സാഹചര്യമാണ് നിലവിൽ. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനം കനത്ത പ്രതിച്ഛായ തകർച്ചയാണ് ആരോഗ്യവകുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹാരിസിനെതിരെ നടപടിയുണ്ടാകില്ലെന്ന് KGM-CTA ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി. മന്ത്രിയുമായി KGM-CTA പ്രതിനിധികൾ ഇന്ന് ചർച്ച നടത്തും. ഉപകരണം കാണാതായതിൽ അന്വേഷണത്തിന് പ്രസക്തിയില്ലെന്നും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സൗകര്യങ്ങളിൽ പഠനം വേണമെന്നുമാണ് സംഘടനയുടെ ആവശ്യം. സർക്കാർ ഏജൻസിയെക്കൊണ്ട് വിദഗ്ധ പഠനം നടത്തണമെന്നും ആവശ്യം സംഘടനയ്ക്കുണ്ട്. അതേസമയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ലീവിലായിരുന്ന ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും. ഒരാഴ്ചത്തേക്കാണ് ഡോക്ടർ ഹാരിസ് മെഡിക്കൽ അവധിയിൽ പോയിരുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിന്റെ അസാന്നിധ്യത്തിൽ ശസ്ത്രക്രിയ ഉപകരണം കാണാത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധന വലിയ വിവാദമായിട്ടുണ്ട്. അതിനുശേഷം ദുരൂഹ സാഹചര്യത്തിൽ ഒരു ബോക്സ് കണ്ടെത്തിയെന്ന് പ്രിൻസിപ്പളും സൂപ്രണ്ടും പറഞ്ഞെങ്കിലും ആ വാദം പൊളിഞ്ഞിരുന്നു. ഇതോടുകൂടി വാർത്താസമ്മേളനം തന്നെ അനാവശ്യമായി പോയെന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ. ഈ പശ്ചാത്തലത്തിൽ DMEയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ പ്രതിയായ ആശുപത്രി അറ്റൻഡർ AM ശശീന്ദ്രൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിയെന്ന് പ്രിൻസിപ്പൽ KG സജിത് കുമാർ ഉത്തരവിറക്കി. ഫോറൻസിക് വിഭാഗമേ പ്രൊഫസർ ഡോക്ടർ പ്രിയതയുടെ നേതൃത്വത്തിൽ നടത്തിയ വകുപ്പുതല അന്വേഷണത്തിൽ ശശീന്ദ്രനെ കുറ്റക്കാരനായി കണ്ടെത്തിയിരുന്നു. 7-നാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാൾ സസ്പെൻഷനിലായിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ അതിജീവിയെ സ്പർശിച്ചിരുന്നുവെന്ന് സമ്മതിക്കുകയും പിന്നീട് തള്ളിക്കളയുകയുമായിരുന്നുവെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. പ്രതിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അതിജീവിതയും ആശുപത്രി ജീവനക്കാരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. 2023 മാർച്ച് 18-നാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ യുവതിയെ ശശീന്ദ്രൻ പീഡിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ പട്ടിക വിവരങ്ങൾ പുറത്തുവിട്ടാൽ രാജ്യം മുഴുവൻ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ക്രമക്കേടും കള്ളവോട്ടിലുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയിച്ചതെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ബാംഗ്ലൂരിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച വോട്ട് അധികാർ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടകയിൽ ഒരു സീറ്റിലെ ക്രമക്കേട് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. 25 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് മോദി പ്രധാനമന്ത്രിയായത്. ആ സീറ്റുകളിൽ 35,000-മോ അതിൽ കുറഞ്ഞ ഭൂരിപക്ഷമോ ആയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ പട്ടികയും വീഡിയോഗ്രാഫി രേഖയും നൽകിയാൽ
രാജ്യം എവിടെയൊക്കെ സീറ്റുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്ന് തെളിയിക്കാനാകും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിച്ചില്ലെങ്കിലും മുഴുവൻ പേപ്പർ രേഖകളും കൈവശമുള്ളതിനാൽ കോൺഗ്രസിന് സ്വയം അന്വേഷിക്കാൻ അറിയാം. 6 മാസം അന്വേഷിച്ചാണ് കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള സത്യം കണ്ടെത്തിയത്. 20-25 നിയമസഭാ മണ്ഡലങ്ങളിലും ആ ജോലി ചെയ്യും. സത്യം പുറത്തുവരും. കഴിഞ്ഞ ദിവസം താൻ പുറത്തുവിട്ട ബാംഗ്ലൂരു മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് രാഹുൽ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വ്യാജ വോട്ടർമാരെ ചേർത്ത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം. വോട്ടവകാശം കവർന്നെടുക്കപ്പെടുന്നതിനാൽ പ്രത്യേകാവകാശങ്ങൾ ഭീഷണിയിലാണെന്നും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ദൃഢനിശ്ചയത്തോടെ പോരാടണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, രൺദീപ് സുർജേവ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവരും റാലിയിൽ പങ്കെടുത്തു. കർണാടകയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച സത്യവാങ്മൂലത്തിൽ പ്രതിജ്ഞയെടുത്ത് രേഖകൾ സമർപ്പിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം രാഹുൽ തള്ളി. ഞാൻ പാർലമെന്റിൽ ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. BJPക്ക് വേണ്ടിയല്ല, ഭരണഘടനയ്ക്കു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഓർക്കണം. പ്രതിപക്ഷത്തെ നേരിടേണ്ട ഒരു ദിവസം വന്നേക്കും. ജനങ്ങളുടെ ചോദ്യങ്ങൾ ഭയച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ സംസ്ഥാനങ്ങളിലെ വെബ്സൈറ്റ് അടച്ചുപൂട്ടിയപ്പോൾ ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ മുഴുവൻ ഘടനയും തകരുമെന്ന് അവർക്കറിയാം.